ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റിയും കട്ടപ്പന നഗരസഭാ കൗൺസിലും അതോടൊപ്പം തന്നെ ട്രാഫിക് കമ്മിറ്റിയും എടുത്തിട്ടുള്ള പൊതുവായിട്ടുള്ള തീരുമാനങ്ങളാണ് മുനിസിപ്പാലിറ്റിയും ട്രാഫിക് പോലീസും കൂടി നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കമ്മിറ്റികളിൽ വെച്ച് എവിടെയൊക്കെയാണ് ആ ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് മാത്രമാണ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ടുള്ളത്, പള്ളിക്കവരയിൽ മാത്രം. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ബസ് സ്റ്റോപ്പുകൾ ഏതാണ് എന്ന് ബോധ്യപ്പെടുത്തക്ക നിലയിലുള്ള അതിന് ആവശ്യമായിട്ടുള്ള ബോർഡുകൾ മാത്രമാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ബോർഡ് അവിടെ വെച്ചിരിക്കുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ടും എഴുതിയിട്ടുണ്ട്, ഇത് ബസ് സ്റ്റോപ്പാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ വെയിറ്റിംഗ് ഷെഡ് എന്നല്ല അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വിമർശിക്കുന്നവർ വെയിറ്റിംഗ് ഷെഡും ബസ് സ്റ്റോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഈ ബസ് സ്റ്റോപ്പുകളിൽ ഇനിയും അവിടെ വെയിറ്റിംഗ് ഷെഡുകൾ ഉണ്ടാക്കണമെങ്കിൽ അത് അവിടെയുള്ള ആളുകൾ സഹകരിക്കാൻ തയ്യാറാണ് എങ്കിൽ അവിടെ എല്ലായിടത്തും നമ്മൾ വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കാൻ തയ്യാറാണ്. അത് മുനിസിപ്പാലിറ്റിയുടെ പണമുടക്കില്ലാതെ തന്നെ മറ്റു സംഘടനകളൊക്കെ അത് സ്പോൺസർ ചെയ്യാനും തയ്യാറാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ അവിടെ ബസ് സ്റ്റോപ്പുകളാണ് എന്നുള്ള ഒരു സൈൻ ബോർഡുകളാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് ബസ് സ്റ്റോപ്പ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അവിടെ അതിന്റെ കീഴെ കയറി ആളുകൾക്ക് ഇപ്പോൾ ഇതിനു മുമ്പും ബാക്കിയുള്ള ബസ് സ്റ്റോപ്പുകളിൽ അവിടെ വെയിറ്റിംഗ് ഷെഡുകളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഇവിടെ ഈ പോലീസ് ഡിവൈഎസ്പി ഓഫീസിന്റെ ഫ്രണ്ടിൽ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കടത്തണ പോലും ഇല്ലായിരുന്നല്ലോ കയറി നിൽക്കാനായിട്ട്. അവിടെ വഴിയിലാണല്ലോ ആളുകൾ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആ രീതിയിലൊന്നും നിന്നിരുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ ബസ് സ്റ്റോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചപ്പോൾ നിൽക്കാനായിട്ട് ഇടയില്ല എന്നുള്ളതാണ് വിമർശനം. മുനിസിപ്പാലിറ്റി ചെയ്യുന്ന ഏത് കാര്യത്തെയും എതിർക്കണമെന്നും മുനിസിപ്പാലിറ്റിയെ മോശമാക്കണമെന്നും ലക്ഷ്യമാക്കിക്കൊണ്ട് ചില ആളുകൾ ബോധപൂർവം നടത്തുന്ന ചില നീക്കത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ മുനിസിപ്പാലിറ്റി ഉറച്ചു നിൽക്കും. അത് ബസ് സ്റ്റോപ്പുകൾ മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തതാണ്. അത് ബസ് സ്റ്റോപ്പുകൾ മാറ്റിയാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി ബസ് സ്റ്റോപ്പ് മാറ്റിയില്ലെങ്കിലുള്ള പ്രചരണം എന്താണ്? കട്ടപ്പന ടൗണിൽ ഗതാഗത കുരുക്കാണ്, അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല. അതാണ് പിന്നെ വാർത്തകൾ. അധികാരികൾ ശ്രദ്ധിക്കാൻ പോയി കഴിയുമ്പോൾ ശ്രദ്ധ ശരിയായില്ല. അപ്പം ഇത് ചുമ്മാ ഇങ്ങനെ ഒരു വിമർശനത്തിന് വേണ്ടി ഇതിങ്ങനെ പറയാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുനിസിപ്പാലിറ്റി ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ബോധ്യത്തോടുകൂടിയാണ് മുനിസിപ്പാലിറ്റി മുമ്പോട്ട് പോകുന്നത്. ആദ്യഘട്ടമാണ് ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ളത്. ഇനി 2 മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ ഘട്ടം നടപ്പാക്കും. അത് കഴിഞ്ഞ് 3 മാസം കൂടി കഴിയുമ്പോൾ അടുത്ത ഘട്ടം കൂടെ നടപ്പാക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ കട്ടപ്പന ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുകയും സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല.